ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാം, ഇത് വോക്സ്വാഗൺ പോളോ TSI ആണ് വണ്ടി. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂളൻ്റ് ലീക്കാണ്, പ്ലസ് ഓവർ ഹീറ്റ് ആവുന്നുണ്ട് വണ്ടി. അപ്പോൾ ഓവർ ഹീറ്റ് ആയത് കൂളൻ്റ് ലീക്ക് കൊണ്ടാണ് ഓവർ ഹീറ്റ് ആയത്. അപ്പോൾ കൂളൻ്റ് ലീക്ക് വന്നേക്കുന്നത് ഈ ഭാഗത്തു നിന്നാണ് കൂളൻ്റ് ലീക്ക് വന്നേക്കുന്നത്. ഇതാണ് ഇതിൻ്റെ വാട്ടർ പമ്പ് വിത്ത് തെർമോസ്റ്റാറ്റ് അസംബ്ലി വരുന്നത്. ഇത് ഒരു ഡ്രൈവ് ബെൽറ്റ് വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ക്യാം ഷാഫ്റ്റിൽ നിന്ന് ഒരു ഡ്രൈവ് കിട്ടിയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഭാഗത്തു നിന്നാണ് ഇതിൻ്റെ ലീക്ക് വരുന്നത്. അപ്പോൾ ആ ഭാഗത്തു നിന്ന് ലീക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നത് ഗിയർ ബോക്സിൻ്റെ ബാക്കിലോട്ട് ഇങ്ങനെ കൂളൻ്റ് വന്ന് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഭാഗത്തു നിന്ന് ലീക്ക് വരുന്നത് നേരെ നമുക്കത് കാണാനായിട്ട് സാധിക്കില്ല. അതിൻ്റെ മുകളിലൊരു കവറുണ്ട്. ആ കവർ അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളിൽ ആ ബെൽറ്റിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് ലീക്ക് ഇങ്ങനെ വരുന്നത് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഗിയർ ബോക്സിൻ്റെ ബാക്ക് സൈഡിലോട്ടാണ് കൂളൻ്റ് ഇങ്ങനെ ഒറ്റുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് ഒറ്റി ബാക്ക് സൈഡിലോട്ട് ഇങ്ങനെ വീഴുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു കവർ നമ്മൾ അഴിച്ചു നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ബെൽറ്റിൻ്റെ ഭാഗത്ത് ഇങ്ങനെ കൂളൻ്റ് ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതിനാണ് ഇതിൻ്റെ തെർമോസ്റ്റാറ്റ് ബോഡിയും വിത്ത് വാട്ടർ പമ്പും ആ ഒരു അസംബ്ലി ആയിട്ടാണ് ഇത് വേണ്ടത്. അതാണ് നമുക്ക് മാറേണ്ടത്. നമ്മൾ ഓൾറെഡി ഇത് മാറി വെച്ചേക്കുകയാണ്. അപ്പോൾ കൂളൻ്റിൻ്റെ ലെവൽ നേരെ താഴോട്ട് പോകുന്ന സമയത്ത് ഓവർ ഹീറ്റ് കാണിക്കും, അതുപോലെ സൈൻ അകത്ത് കാണിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടുള്ളൊരു കോമൺ ആയിട്ട് വരുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് ഇതിൻ്റെ വോക്സ്വാഗൺ പോളോയ്ക്ക് വരുന്ന വാട്ടർ പമ്പ് വിത്ത് തെർമോസ്റ്റാറ്റ് കംപ്ലയിൻറ്റ് വരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ പഴയത് മാറിയത് നോക്കാം. ഇതാണിപ്പോൾ നമ്മൾ മാറിയ തെർമോസ്റ്റാറ്റ്, അതുപോലെ തന്നെ വാട്ടർ പമ്പ് ബോഡി അസംബ്ലി ആയിട്ടാണ് ഇത് വരുന്നത്. ഇതിന് രണ്ട് തരത്തിൽ ലീക്ക് രണ്ട് തരത്തിലാണ് ഇതിന് ലീക്ക് വരുന്നത്. ഈ കാണുന്ന ഇമ്പല്ലറിൻ്റെ, ഇതാണ് അതിൻ്റെ വാട്ടർ പമ്പ്. ഇമ്പല്ലറിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ലീക്ക് വരും. അപ്പോൾ ഇത് നോക്കിയാൽ മനസ്സിലാവും അവിടെ എല്ലാം കൂളൻ്റിൻ്റെ അംശം ഇങ്ങനെ വന്ന് നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഭാഗത്ത് ഒരു കവർ വരുന്നുണ്ട്. ഈ കവർ ഉള്ളത് കൊണ്ട് നമുക്ക് അവിടുന്ന് ലീക്ക് വരുന്നത് കാണാനായിട്ട് സാധിക്കും. ആ കവർ അഴിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ലീക്ക് കറക്റ്റായിട്ട് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഇമ്പല്ലറിൻ്റെ ഭാഗത്തു നിന്ന് ലീക്ക് വരുന്നത് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ഡ്രൈവ് ബെൽറ്റ് വെച്ചിട്ടാണ് ഈ വാട്ടർ പമ്പിനെ വർക്ക് ചെയ്യിക്കുന്നത്. ക്യാം ഷാഫ്റ്റ് വഴിയാണ് വർക്ക് ചെയ്യിക്കുന്നത്. അവിടെയാണ് അതിൻ്റെ ക്യാം ഷാഫ്റ്റിൻ്റെ പൊസിഷൻ വരുന്നത്. അതിലൂടെ അത് ക്യാം ഷാഫ്റ്റ് കറങ്ങുന്നതിനനുസരിച്ച് ഈ വാട്ടർ പമ്പ് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ഇമ്പല്ലറിനകത്ത് സീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഡാമേജ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ ലീക്ക് വരാം. രണ്ടാമത്തെ കേസ്, ഈ കാണുന്ന ഓറിങ് നമുക്ക് പോയി കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ലീക്ക് നല്ല രീതിയിൽ വെളിയിലോട്ട്. ഇതാണ് ഇതിൻ്റെ തെർമോസ്റ്റാറ്റ് വരുന്നത്. ഇതിനുള്ളിലായിട്ടാണ് തെർമോസ്റ്റാറ്റ് വരുന്നത്. ഇതെല്ലാം ഫുൾ അസംബ്ലി ആയിട്ടാണ് വരുന്നത്. ഈ ഓറിങ്ങിന് ഡാമേജ് ഉണ്ടെങ്കിലും വരാം, അതുപോലെ തന്നെ ഈ ഇമ്പല്ലറിന് ഡാമേജ് ഉണ്ടെങ്കിലും നമുക്ക് കൂളൻ്റ് ലീക്ക് നല്ല രീതിയിൽ താഴോട്ട് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇത് ഫുൾ അസംബ്ലി ആയിട്ടാണ് മാറേണ്ടത്. ഈ ഡ്രൈവ് ബെൽറ്റ്, വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഈ വാട്ടർ പമ്പ് വിത്ത് അസംബ്ലി മാറുമ്പോൾ ഈ ഡ്രൈവ് ബെൽറ്റ് കൂടി മാറുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഡ്രൈവ് ബെൽറ്റ് പിന്നീട് പൊട്ടിയിട്ട് പിന്നെ ഓവർ ഹീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വാട്ടർ പമ്പിൻ്റെ ബെൽറ്റ് മാറാതെ ഒരിക്കലും വിടരുത്. നമ്മൾ അസംബ്ലി മാറുമ്പോൾ കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ ബെൽറ്റ് കൂടെ മാറി വിടുക. രണ്ട് കേസിലാണ് ഈ ഒരു ഇമ്പല്ലറിന് ഡാമേജ് ഉണ്ടെങ്കിൽ വരാം. ഇതിൻ്റെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഇമ്പല്ലറാണ് ഡാമേജ് ആയിട്ട്, വാട്ടർ പമ്പിൻ്റെ ഇമ്പല്ലർ ഡാമേജ് ആയിട്ട് അതുവഴി കൂളൻ്റ് ലീക്ക് ആയതിനുള്ളിലോട്ട് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ബെൽറ്റും കറക്റ്റായിട്ട് തന്നെ മാറ്റി വിടുക. കാരണം ആ കൂളൻ്റിൽ കിടന്ന് ഓടിയ ലീക്കായിട്ട് കൂളൻ്റിൽ കിടന്ന് ഓടിയ ബെൽറ്റ് ആയതുകൊണ്ട് പിന്നീട് പൊട്ടിപ്പോകാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് കറക്റ്റായിട്ട് തന്നെ ബെൽറ്റും അതിൻ്റെ കൂടെ മാറി വിടുക. നമ്മളിപ്പോൾ ഓൾറെഡി മാറിയിട്ടുണ്ട്, ലീക്കും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്. വേറെ ലീക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പഴയ ലീക്കായ ഭാഗമാണ് ഇതിൻ്റെ താഴെയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. ഇതിന് പഴയ ഹോസും കാര്യങ്ങളും എല്ലാം നമ്മൾ പഴയ തന്നെയാണ് ഇട്ടേക്കുന്നത്. അതുപോലെ തന്നെ ക്ലിപ്പും കാര്യങ്ങളും എല്ലാം പഴയ തന്നെയാണ് ഇട്ടേക്കുന്നത്. 1 2 3 4 5 ഹോസ് കണക്ഷനുകളാണ് അതിന് വരുന്നത്. അപ്പോൾ അതിൻ്റെ അവിടെ നിന്ന് ലീക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് വിടുക. അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കറക്റ്റായിട്ട് തന്നെ എയർ എടുത്ത് വിടുക. കൂളൻ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ ഓവർ ഹീറ്റ് കാണിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനകത്ത് ആ ഒരു കാര്യമാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എയർ കറക്റ്റായിട്ട് കൂളൻ്റിൻ്റെ എടുത്ത് വിടുക. അപ്പോൾ ഇതാണ് മാറിയ പാർട്ടും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമ്മൾ കൂളൻ്റും കാര്യങ്ങളൊക്കെ ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എയറും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കുകയാണ്. വണ്ടി ഓടിച്ച് നോക്കിയിട്ട് പിന്നീട് ഫില്ല് ചെയ്യാനുള്ളത് കറക്റ്റായിട്ട് തന്നെ എയർ എടുത്തതിന് ശേഷം മാത്രമേ വണ്ടി ഓടിച്ച് നോക്കാവൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഓവർ ഹീറ്റ് കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വോക്സ്വാഗൺ പോളോയുടെ കൂളൻ്റ് ലീക്കേജിനെ കുറിച്ചാണ് നമ്മൾ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.